അതെ, ഞാൻ എപ്പോഴും പറയും, ഉം. പിന്നെ നിങ്ങളിപ്പം പാലാരിവട്ടത്ത് ഒരു ഷോപ്പ് ഇട്ട് സുദൈഫ് പറഞ്ഞ പോലെ തന്നെ 10-15 കിലോമീറ്ററിലുള്ള ആൾക്കാരെ സെർവ് ചെയ്യാനാണ് ഈ ഷോപ്പ്. അതെ. നിങ്ങൾക്ക് അതിൻ്റെ അപ്പുറം ഇത് വളർത്താൻ പറ്റൂല. ഇനി നിങ്ങൾക്ക് അടുത്ത ഷോപ്പ് നിങ്ങൾ തൃശ്ശൂർ ഇടണം, ഉം. വേറെ വഴിയില്ല. അപ്പം കോടികൾ നിങ്ങൾ മുടക്കണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ ഇനീഷ്യലി സെറ്റ് ചെയ്യാനാണ് നിങ്ങൾക്ക് കാശ് വേണ്ടത്. അതെ. പക്ഷെ പിന്നെ അങ്ങോട്ട് എത്ര ബിസിനസ് ചെയ്യാന്നുള്ളത് ആക്ച്വലി ലിമിറ്റില്ല. ഉം. നിങ്ങൾക്ക് എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ വെക്കാം. നിങ്ങൾ ആദ്യം എറണാകുളത്ത് മാത്രമല്ല ആൾക്കാർക്ക് മാത്രമല്ല. വെക്കുക. പിന്നെ നിങ്ങൾ നേരെ അപ്പുറത്തുള്ള തൃശ്ശൂർ വെക്കും, നേരെ അപ്പുറത്തുള്ള കോട്ടയത്ത് വെക്കും. അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഞാൻ കാലിക്കറ്റിൽ ഞങ്ങൾക്ക് ഓഫ്ലൈൻ അക്കാഡമി ഉണ്ട്, കൊച്ചിയിൽ ഓഫ്ലൈൻ അക്കാഡമി ഉണ്ട്. ഇവിടെയൊക്കെ ആയിട്ട് എനിക്കൊരു 100 പേരെയാണ് പരമാവധി ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. ഒരു 100 പേരെ ഹാൻഡിൽ ചെയ്യാൻ ഒരു മാസത്തിലാണോ, അല്ലെങ്കിൽ ഹൗ ഇസ് ഇറ്റ്? അവരുടെ പ്രോഗ്രാം തീരുന്നവരെ 3 മാസത്തെ പ്രോഗ്രാം ആണെങ്കിൽ എനിക്ക് 3 മാസം 100-ലധികം എനിക്ക് അവിടെ ഒരു പ്രോഗ്രാമും അഡ്മിഷൻസ് എടുക്കാൻ പറ്റില്ല. കാര്യം 101ാമത്തെ ചെയർ വെക്കാനുള്ള സ്ഥലം എനിക്കില്ല. ഓക്കെ, അങ്ങനെ കൊച്ചിയിലും കാലിക്കറ്റായിട്ട് ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഇത്രയും ആളുകളെയാണ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. ഞാനതിൻ്റെ ഓൺലൈനിലേക്ക് പോയ സമയത്ത് ഇന്ന് എനിക്ക് 12 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അതിൽ പഠിക്കുന്നുണ്ട്. അതിൽ എനിക്ക് ആഫ്രിക്കൻ കൺട്രിയിൽ നിന്നുള്ള ആളുകളുണ്ട്, മിഡിൽ ഈസ്റ്റ് നിന്നുള്ള ആളുകളുണ്ട്, ഇന്ത്യയുടെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകളുണ്ട്. ഞാൻ എപ്പോഴാണ് ഓഫ്ലൈനിൽ ഇതൊക്കെ ബിൽഡ് ചെയ്ത് പോയിട്ട് ഇത്രയും അധികം കാറ്റർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പുരുഷായുസിൽ എനിക്കിത് സാധിക്കും. കറക്റ്റ്. കാര്യം ഞാൻ കാലിക്കറ്റിലും കൊച്ചിയിലും ഓഫ്ലൈൻ സെൻറ്റർ ഉണ്ടാക്കിയതിൻ്റെ ക്ഷീണം തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി ഓൺലൈനിലേക്ക് പോയ സമയത്ത് എനിക്ക് 10 രാജ്യങ്ങളിൽ നിന്ന് എടുത്തപ്പോൾ എനിക്ക് ഈ 14 ജില്ലയിൽ നിന്നും എനിക്ക് എൻ്റെ ഓഫ്ലൈൻ സെൻറ്ററിലേക്ക് വരുന്ന അഡ്മിഷൻസും നമ്പേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്ന ആ ഫിഗേഴ്സിലേക്ക്, നമ്പേഴ്സിലേക്ക് നമ്മൾ എത്താൻ ഒരുപക്ഷെ ഒരു സമയം എടുത്തേക്കാം. എത്തിക്കഴിഞ്ഞാൽ അത് നേരത്തെ ഷാൻഭായ് പറഞ്ഞ പോലെ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാർക്കറ്റ് ഈസ് ആൻ ഓഷ്യൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കപ്പലായിട്ട് പോകുന്ന ആളുകൾക്ക് കപ്പലിൽ കാര്യങ്ങൾ കൊണ്ടുപോകാം, വലയിട്ട് പോകുന്ന ആളുകൾക്ക് വലയിൽ കൊണ്ടുപോകാം, ചൂണ്ടയിട്ട് പോകുന്ന ആളുകൾക്ക് ചൂണ്ടയിലും കൊത്തി കൊണ്ടുപോകാം. അവിടെ നിങ്ങൾ എന്താണ് കാറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ഏത് രീതിയിലാണ് ഈ മീനെ പിടിക്കാൻ വേണ്ടി പോകുന്നത് നോക്കിയാൽ മതി. ഇനിയും കൂടുതൽ ആയങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ മുത്തുകളും പവയങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. ആ റിസ്ക് നമ്മൾ എടുക്കണം. കറക്റ്റ്. ഇപ്പം നിങ്ങൾ പറഞ്ഞു ഓൺലൈനിൽ ലിമിറ്റ് ഇല്ല, നിങ്ങൾക്ക് 10-13 കൺട്രീസിന് ഓൾറെഡി സ്റ്റുഡൻസ് ഉണ്ട്. അതെ. പിന്നെ എന്തിനാണ് നിങ്ങൾ വന്നിട്ട് കൊച്ചിയിൽ വന്നിട്ട് ഒരു സെൻറ്റർ ഇട്ട്? തീർച്ചയായിട്ടും നമുക്ക് കൊച്ചിയിൽ നമ്മൾ കാറ്റർ ചെയ്യുന്ന ഒരു ഓഡിയൻസ് എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ നമ്മുടെ തൃശ്ശൂർ വരെയുള്ള ഓഡിയൻസാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും നേരത്തെ ഓൺലൈനിൽ തന്നെ വാങ്ങണമെന്ന് തീരുമാനിച്ച ചില ആളുകൾ പറഞ്ഞു. അപ്പോഴും ഓഫ്ലൈനിൽ തന്നെ ചെയ്താലേ എനിക്കിത് പറ്റുള്ളൂ എന്ന തെറ്റായ ധാരണയിലുള്ള ആളുകളുണ്ട്. ഇവർക്കുള്ള സൊല്യൂഷൻ വേണ്ടേ? അത് ആൾക്കാർക്ക് വേണമെങ്കിൽ നിങ്ങൾ അതും കൊടുക്കും. തീർച്ചയായിട്ടും. ട്രേഡിങ്ങിന് പല വേർട്ടിക്കലുണ്ട്. ഇപ്പൊ സർവീസ് സെക്ടറിൽ നിൽക്കുന്ന കക്ഷി എങ്ങനെയാണ് ഹോൾസെയിലറായി മാറാം? പെണ്ണ് വിൽക്കുന്ന കക്ഷിക്ക് ഹോൾസെയിലറായിട്ട് മാറാം, മാനുഫാക്ചറായിട്ട് മാറാം. പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങിയിട്ട് 1 ലക്ഷം പീസ് പെണ്ണ് വേണമെങ്കിൽ എനിക്ക് ഒരു ദിവസം പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്ന മാനുഫാക്ചറിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം. ബീയിങ് എ സർവീസ് പ്രൊവൈഡർ നമ്മൾ എങ്ങനെയാണ് ഹോൾസെയിലർ ആവുക? നമ്മൾ ആ സർവീസ് നമ്മളിങ്ങനെ കുറേ സർവീസ് ഇങ്ങനെ എടുക്കും, പുറത്തിനിങ്ങനെ എടുക്കും. കുറച്ച് നമുക്ക് തോന്നും ഇതിപ്പോൾ നമുക്ക് തന്നെ ചെയ്താൽ പോരെ, എന്തിനാ അത് പുറത്തിനെടുക്കണേ? സർവീസ് വെക്ക കക്ഷി ഒരു ട്രെയിനിങ്ങിലേക്ക് കൂടി വരുന്ന സമയത്ത് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു ബിസിനസ്സിന്റെ മറ്റൊരു വെർട്ടിക്കലിലേക്ക് കിടക്കുകയാണ്. ഇനി അദ്ദേഹം ഒരു കൺസൾട്ടൻസിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം മറ്റൊരു വെർട്ടിക്കലിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ടാഞ്ചിബിൾ അസറ്റ്സുകൾ, നമുക്ക് ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്ന പെന്നും ചെരുപ്പും കസേരയും ടേബിളും ഒക്കെ നമുക്ക് ഈ പല ട്രേഡിങ്ങിൻ്റെ പല വെർട്ടിക്കലും ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ഒരു സർവീസ് പ്രൊവൈഡർ എന്ന രീതിയിൽ നമുക്കും ചില പരിണാമങ്ങൾ നിർബന്ധമാണ്. ഞാൻ 25 ക്ലയൻസിനെ സെർവ് ചെയ്ത് മാത്രം എൻ്റെ കരിയറിലെ എൻ്റെ പ്ലാനുകൾ അവസാനിക്കുന്നില്ല. എനിക്ക് ആ ലേണിങ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ അവിടെയാണ് എനിക്ക് ട്രെയിനിങ് വെർട്ടിക്കലിൻ്റെ ഓപ്പർച്യൂണിറ്റി വരുന്നത്. ആ ട്രെയിനിങ് വെർട്ടിക്കൽ തന്നെ ഞാൻ ഓഫ്ലൈൻ പ്രോഗ്രാംസിൻ്റെ അകത്തും പോകുന്നുണ്ട്, ഓൺലൈൻ പ്രോഗ്രാംസിൻ്റെ അകത്തും പോകുന്നുണ്ട്, കൺസൾട്ടേഷൻസിൻ്റെ അകത്ത് പോകുന്നുണ്ട്. ആ ഓൺലൈൻ പ്രോഗ്രാം ഫുള്ളായിട്ട് റെക്കോർഡഡ് ആണെന്നുണ്ടെങ്കിൽ അതൊരു വെർട്ടിക്കലാണ്. ലൈവായിട്ടാണ് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് ഇൻട്രാക്റ്റീവ് ആയിട്ടാണ് ആ സെഷൻ പോകുന്നതെങ്കിൽ അതൊരു മറ്റൊരു വെർട്ടിക്കലാണ്. ബിസിനസ് എന്ന് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യാന്നുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ഗ്രാബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ കാലത്ത് പുതിയ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമ്മളൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ പുതിയ കാര്യങ്ങളും പഠിച്ചത്? ഇപ്പോൾ സാലറി എങ്ങനെ റിലീസ് ചെയ്യണം? ഞാൻ HR അല്ല, ഞാൻ പക്ക ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. എനിക്ക് HR റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ABCD കാര്യങ്ങളും അറിയില്ല. ഞാൻ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫർ ലെറ്റർ റിലീസ് ചെയ്യുന്ന പരിപാടികൾ, അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുന്ന പരിപാടികൾ, റിവ്യൂ മീറ്റിംഗ്സുകൾ, ലീവും കാര്യങ്ങളും നോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്കൊന്നും ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 30 ദിവസത്തിൽ എത്ര ദിവസത്തിലേക്കാണ് സാലറി എന്ന് പോലും അറിയില്ല.
നമ്മൾ സാലറി കൊടുക്കാൻ ഒരുവിധം ഓണ്ടർപ്രണേഴ്സിന്റെ ഒക്കെ അവസ്ഥ അതാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ ഒരു ഹൗസ് കീപ്പിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇത് നീറ്റായി കീപ്പ് ചെയ്യണം ആവണം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരാളെ വെച്ച് അങ്ങനെ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഓഫീസിൻ്റെ അകത്ത് എൻ്റെ ഒരു സുഹൃത്ത് വന്ന സമയത്ത് ഞങ്ങളൊരു 3D ആനിമേഷൻ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കാർട്ടൂണിലൊരു ക്യാരക്ടറുടെ ചെവി ചെറുതായിട്ട് കാർട്ടൂൺ ആനിമേഷൻസ് ഇങ്ങനെ മൂവ്മെൻറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, റിഗ്ഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഉദൈഫ് നീ ബിസിനസ്സിൽ തുടക്കക്കാരനാണ്, ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് എൻ്റെ അടുത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, എന്തേ നമ്മൾ രാവിലെ ഓഫീസിൽ കയറിയതാണ് നിൻ്റെ ഓഫീസിൽ, ഉച്ച വരെയായിട്ടും നിൻ്റെ ഒരു നിൻ്റെ ഒരു സിസ്റ്റത്തിലിരിക്കുന്ന കക്ഷി ഒരു മുയലിൻ്റെ ചെവി അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു ബിസിനസ്സിൻ്റെ അകത്തെ നമ്മൾ പല കാര്യങ്ങളും പഠിക്കേണ്ടത് വരും. അപ്പോൾ എനിക്ക് മോഡലിങ്ങോ ക്യാരക്ടർ ആനിമേഷനോ റിഗ്ഗിങ്ങോ അല്ലെങ്കിൽ ഇതിൻ്റെ പരിപാടികളോ 3D ആനിമേഷൻസിനെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഞാൻ മനോരമ മ്യൂസിക്സിന് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. മനോരമ മ്യൂസിക്സ് എൻ്റെ ക്ലൈൻ്റാണ്. അവർക്കുള്ള 3D ആനിമേഷൻസ് കണ്ടൻറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് ക്വാഡ് ക്യൂബ്സ് ആണ്, എൻ്റെ ഏജൻസിയാണ്. പലതും പഠിക്കേണ്ടതുണ്ട്. അതിനി ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെന്നുണ്ടെങ്കിലും ഫിനാൻസ് മണി മാനേജ്മെൻറ്റ് പഠിക്കേണ്ടതുണ്ട്, ക്യാഷ് ഫ്ലോ പഠിക്കേണ്ടതുണ്ട്, HR പഠിക്കേണ്ടതുണ്ട്, ഓപ്പറേഷൻസിലെ മറ്റ് ചലഞ്ചസുകളും കാര്യങ്ങളും പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പലപ്പോഴും ഇനിയൊരു പുതിയ കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ എനിക്ക് ഓൺലൈനിൽ ബിസിനസ്സിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ ചില ആളുകളുടെ അത് പഠിക്കാനുള്ള താല്പര്യക്കുറവൊക്കെ ആവാം. നേരത്തെ പറഞ്ഞ പോലെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിലോ അല്ലെങ്കിൽ മടിയുള്ളതുകൊണ്ടൊന്നുമല്ല. ഓഫ്ലൈനിൽ 10 സ്റ്റോർ ഉണ്ടാക്കി അതൊരു രസം പോലെ 11, 12, 15 ഉണ്ടാക്കി പോവുകയാണ്. ഇനി ഓൺലൈനിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സ്ക്രാച്ച് ഒന്ന് പഠിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. കറക്റ്റ്. ആ ബുദ്ധിമുട്ടും ഒരു പക്ഷേ ആ ഒരു റിലക്റ്റൻസിൻ്റെ കാരണമാവാം. പക്ഷേ നിങ്ങൾക്ക് അറിയാം ഈ ബിസിനസ് മോഡൽ, ഓഫ്ലൈൻ ബിസിനസ് മോഡൽ എങ്ങനെ റൺ ചെയ്യണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഓൺലൈൻ അത് നമ്മളൊരു ലിമിറ്റ് അല്ലെങ്കിൽ ഒരു തല മുട്ടും അതിൻ്റെ. അതെ, ലിമിറ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ പറ്റില്ല. അത് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഐ ഓപ്പണിംഗ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഓൺലൈനിലെ സാധ്യതകൾ തുറന്നു വന്നാൽ അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. ഓൺലൈനിൽ പലപ്പോഴും കംപ്ലീഷൻ റേറ്റ്സ് വളരെ കുറവാണ്. പക്ഷെ ഓഫ്ലൈനിൽ ക്ലാസ്സിൽ വന്ന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നോർമലി ഇത് കംപ്ലീറ്റ് ചെയ്യും. അത് അയാളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന പല കാരണങ്ങളും ആ ക്ലാസ് റൂമിൽ ഉള്ളത് കൊണ്ടാണ്. അതെ, അതെങ്ങനെ നമുക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും എന്ന് ആലോചിക്കുന്നിടത്ത് ഈ എൻഗേജ്മെന്റ് കൂട്ടുന്നിടത്ത് ഈ കംപ്ലീഷൻ റേറ്റ് കൂടും. കറക്റ്റ്. ഈ ഓൺലൈനിലെ കോഴ്സുകൾ ചൂസ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനിപ്പോൾ ഏത് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും നമ്മൾ പലപ്പോഴും ചില എഡ്യൂടെക് കമ്പനീസുകളുടെ ഇൻസൈഡ് വീഡിയോസുകളുടെ ക്ലിപ്പിംഗ്സ് പുറത്തു വരാറുണ്ട്, പ്ലാൻഡ് ആയിട്ടും അല്ലാതൊക്കെ ആയിട്ട്. അതിലെ തമാശകൾ, അതിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പറയുന്നത്, അതിലെ സിനിമകളെ കുറിച്ച് സംസാരിക്കുന്നത്, എൻഗേജ്മെന്റ് കൂട്ടുക എന്നുള്ളത് ഭയങ്കര പ്രധാനമാണ്. അതെ, അതിനിപ്പോൾ ഓഫ്ലൈനിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനിലാണെന്നുണ്ടെങ്കിലും ഞാനെപ്പോഴും ഓൺലൈൻ പ്രോഗ്രാംസിൻ്റെ അകത്ത് ഞാൻ പറയാറുള്ളത്, ഓഫ്ലൈനിൽ നമ്മൾ റെക്കോർഡിങ്ങിലല്ല ഉള്ളത്. ഓഫ്ലൈനിൽ നമ്മൾ സെഷൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ PDFs മെറ്റീരിയൽസോ കാര്യങ്ങളൊക്കെ പോകും. ഓൺലൈൻ്റെ കേസിൽ ആ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഇൻഡിവിജ്വലി നിങ്ങളുടെ ഹെഡ്സെറ്റിൽ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങളുടെ ട്രെയിനർ പ്രത്യക്ഷപ്പെട്ടോട്ട് കാര്യങ്ങൾ ചെയ്യാണ്. അത് എഫക്റ്റീവാണ്. ആ സിസ്റ്റത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരു എഫക്റ്റീവാണ് ഈ സൊല്യൂഷൻ എന്ന് ബിലീവ് ചെയ്യാത്ത ഒരാൾക്ക് ഒരു കാരണവശാലും നമുക്ക് ആ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല. അതെ, നിങ്ങൾ പറഞ്ഞാൽ ടച്ച് ആൻഡ് ഫീൽ പോലെ തന്നെ ചിലർ എനിക്ക് അവിടെ പോയി പഠിക്കണം എന്നാലേ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുള്ളൂ. അതെ, ആ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സും ഉണ്ട്. ഇപ്പം പറഞ്ഞപ്പം എനിക്ക് അതിനാണ് എൻ്റെ ഉത്തരം. കൊച്ചിയിലേക്ക് എന്തുകൊണ്ട് ഞങ്ങൾ വന്നു എന്നുള്ളതിന്റെ ഉത്തരം അതാണ്. ഇപ്പൊ ഒരു വർഷമായി കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ആ ഉത്തരം തന്നെ വരുമോ നോക്കിയായിരുന്നു. ഇത് പെട്ടെന്ന് തീർക്കണമല്ലോ പോഡ്കാസ്റ്റ്. അത് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി ആലോചിക്കുന്നത്, ഇപ്പം ലെൻസ്കാർട്ട് ഓൺലൈനിലെ ഏറ്റവും ബിഗസ്റ്റ്, ഓൺലൈനിൽ എനിക്കൊന്ന് ഇന്ത്യയിലെ ഏറ്റവും ബിഗസ്റ്റ് സ്പെക്ടക്കിൾസ് എന്നാ പറയുക, അല്ലെങ്കിൽ ഐ ഗ്ലാസസ് ബ്രാൻഡാണ്. അവരെന്തിനും ഓഫ്ലൈനിൽ ഇങ്ങനെ നിരത്തി സ്റ്റോറുകൾ ഇടുന്നു. ചിലവർക്ക് ടച്ച് ആൻഡ് ഫീൽ ആവശ്യമാണ്, അവർക്ക് നമ്മൾ ഓഫ്ലൈൻ കൊടുക്കും, അല്ലാത്തവർക്ക് നമ്മൾ ഓൺലൈൻ കൊടുക്കും. അതിപ്പം എൻ്റെ ഫേസും ഷാൻബായുടെ ഫേസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. നമ്മൾ ഇരിക്കുന്ന സമയത്തൊക്കെ എന്നെ കംഫർട്ടബിൾ ആക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോധേഡ് ആവുന്ന, കൺസേൺഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങൾ, കോൺഷ്യസ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും. എൻ്റെ മുഖം ഇത്തിരി വലിപ്പ കൂടുതലുള്ള മുഖമാണ്. അപ്പോൾ എൻ്റെ ഫേസിലേക്ക് ഞാനൊരു കണ്ണട വെക്കുന്ന സമയത്ത് ആ കണ്ണട വലിപ്പത്തെക്കുറിച്ചും കണ്ണടയുടെ സ്ക്വയർ ആണോ റൗണ്ട് ആണോ ഏത് ഫ്രെയിം വേണം എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. അപ്പോൾ ടച്ച് ആൻഡ് ഫീൽ ചെയ്തിട്ടും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടും പർച്ചേസ് ചെയ്യേണ്ട ഒന്നാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കണം ലെൻസ്കാർട്ട് ഈ പരിപാടി. സ്ട്രാറ്റജി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബിസിനസ് നമുക്ക് എല്ലാം ഓൺലൈനിൽ ചെയ്യാമെന്ന് പറയുമ്പോഴും അപ്പം നമ്മൾ നേരത്തെ കണ്ട പല എഡ്യൂടെക് ബ്രാൻഡുകളും ഓഫ്ലൈനിൽ എക്സ്പീരിയൻസ് സെൻറ്ററുകൾ കൊണ്ടുവരാറുണ്ട്. ഇപ്പം പെപ്പർ ഫ്രൈ ഓഫ്ലൈനിൽ നമുക്ക് എക്സ്പീരിയൻസ് സെൻറ്ററുകളും അവരുടെ ഓൺലൈനിലാണ് വാങ്ങേണ്ടത്, പക്ഷെ ഓഫ്ലൈനിൽ ടിവിയിൽ പോയിട്ട് വാങ്ങിക്കണം എന്നുള്ളതാണ്. അതെ, ഞാൻ ഈ സ്റ്റുഡിയോക്ക് ആവശ്യമായിട്ടുള്ള ഫർണിച്ചേഴ്സ് വാങ്ങിക്കാൻ വേണ്ടി പെപ്പർ ഫ്രൈയിൽ പോയപ്പോഴും
ഞാൻ വളരെ കഷ്ടപ്പെട്ട് പെപ്പർ ഫ്രൈഡ് എടപ്പള്ളി ഷോറൂമിലൊക്കെ പോയിട്ട് അതിൻ്റെ TV-യിലാണ് എനിക്ക് സെലക്ഷൻ തരുന്നത്. ഞാൻ ചോദിച്ചു ഈ വെബ്സൈറ്റ് എനിക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ആ സാർ, സാറിന് ഓഫീസിൽ പോയിട്ട് അത് ചെക്ക് സാധനം അവിടെ ഇല്ല. സാധനം അവിടെ ഇല്ല. അതായത് ചില ആളുകൾക്ക് എനിക്ക് ഓഫ്ലൈനിൽ പോയിട്ട് കണ്ടു ബോധ്യപ്പെട്ടാലേ പർച്ചേസ് ചെയ്യുള്ളൂ എന്ന് പറയുമ്പോഴും ഞാൻ പോയപ്പോഴും സാധനം അവിടെ ഇല്ല. അവിടുത്തെ വലിയ TV-യിൽ അവരുടെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കിയിട്ട് അവർ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാണ്, എന്നിട്ട് ചെക്കൗട്ട് ചെയ്യാണ്. പക്ഷെ അവിടെ ഒരു അസിസ്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അസിസ്റ്റൻസ് ഉണ്ട് എന്നതുപോലെ തന്നെ ഈ ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഈ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഒരു പർച്ചേസ് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ ഏത് സാധനം വാങ്ങിക്കുകയാണെങ്കിലും ഒരു പർച്ചേസ് ഡിസിഷൻ അല്ലെങ്കിൽ ആ പർച്ചേസ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിൽ ഒരു ജേണി നമ്മൾ പോകുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് സോപ്പുകൾ നിരത്തി വെച്ചിരിക്കുന്ന റാക്ക് നോക്കുക. മെഡിമിക്സ് ഉണ്ടാവും, സന്തൂർ ഉണ്ടാവും, റെക്സോൺ ഉണ്ടാവും, ഡോവ് ഉണ്ടാവും. സന്തൂർ എടുക്കുന്ന ആളുകളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധാരണ ചർമ്മം കണ്ടാൽ പ്രായം തോന്നില്ല എന്നുള്ളതാണ്. ഈ ഡിസിഷൻ മേക്കിങ്ങിലെ ആ കുറഞ്ഞ സമയമുണ്ട്. ആ ഔട്ട് ഓഫ് ഒരു 10 സോപ്പ് ബ്രാൻഡുകളിൽ നിന്നും ഒരുവൻ മെഡിമിക്സ് ആണ് എടുക്കുന്നതെങ്കിൽ അവൻ കരുതുന്നത് 18 ആയുർവേദ മൂല്യങ്ങളടങ്ങിയ പുതിയ മെഡിമിക്സ് എൻ്റെ കയ്യിൽ കിട്ടിയെന്നുള്ളതാണ്. ബാക്ക് ഓഫ് ദ മൈൻഡിൽ അതാണ് ഈ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയമുണ്ട്. ഈ ഡിസിഷൻ മേക്കിങ് ഞാനും നിങ്ങളും കച്ചവടം ചെയ്യുന്ന സാധനത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ, ആ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രോസസ്സിൽ എനിക്ക് എന്ത് രീതിയിൽ എൻ്റെ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യാമെന്ന് മനസ്സിലാക്കിയാൽ, അവിടെ ഓഫ്ലൈനിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണോ, ഓൺലൈനിൽ എന്തെങ്കിലും സപ്പോർട്ട് വേണോ എന്ന് മനസ്സിലാക്കി എൻ്റെ സ്ട്രാറ്റജി പാർട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ പെപ്പർ ഫ്രൈയും അല്ലെങ്കിൽ ലെൻസ് കാർട്ടും ഓഫ്ലൈൻ ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയുള്ള സൊല്യൂഷൻ നമ്മുടെ ബിസിനസ്സിലും ആവും. അതൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. ഈവൻ ഇപ്പോൾ ലെൻസ് കാർട്ടിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ ടച്ച് ആൻഡ് ഫീൽ പറഞ്ഞല്ലോ, ലെൻസ് കാർട്ട് അതിനുള്ള സൊല്യൂഷനും ടെക്നിക്കലി കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മളെ മുഖം സ്കാൻ ചെയ്യുന്നു, എല്ലാ ഗ്ലാസും നമ്മൾ എങ്ങനെയാണോ ഇട്ടാൽ നമ്മളെ എങ്ങനെയാണോ ബാക്കിയുള്ളവർ നമ്മളെ പെർസീവ് ചെയ്യുക അത് അതേപോലെ കാണിച്ചു തരും. അപ്പോൾ അങ്ങനത്തെ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട്. പിന്നെ ഞാൻ ആക്ച്വലി ലെൻസ് കാർട്ടിൻ്റെ കസ്റ്റമർ കഴിഞ്ഞ ആഴ്ചയാണ് ആയത്. ഇതുവരെ ഫ്രീ ഐ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാലം എന്തുകൊണ്ട് ഞാൻ ഇത്രയും ഓൺലൈൻ വൗച്ച് ചെയ്യുന്ന ആളായിട്ടും എന്തുകൊണ്ട് ലെൻസ് കാർട്ട് പോലെ ഒരു ബ്രാൻഡിലേക്ക് എത്തിയില്ല? അത് എത്താണ്ടിരിക്കാൻ കാരണം ഞാൻ 10-15 അല്ലെങ്കിൽ 10-20 വർഷമായിട്ട് ഒരൊറ്റ കടയിലാണ് സ്ഥിരമായിട്ട് സ്പെക്സ് വാങ്ങിക്കുന്നത്. ട്രസ്റ്റാണ്. പിന്നെ വേറെ നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലെൻസ് കാർട്ട് എല്ലായിടത്തും എനിക്കറിയാം. കുറേ കൊല്ലങ്ങളായിട്ട് ലെൻസ് കാർട്ട് ഇങ്ങനെ വളരുന്നത് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ലെൻസ് കാർട്ടിൻ്റെ കവറുകൾ കാണാൻ തുടങ്ങി. എൻ്റെ അനിയൻ ലെൻസ് കാർട്ടിന് വാങ്ങിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷാർക്ക് ടാങ്ക് എടുക്കുക കാണുമല്ലോ, ഷാർക്ക് ടാങ്കിൽ ബൻസൽ അതിൻ്റെ ഫൗണ്ടർ മൂപ്പര് വളരെ സ്മാർട്ടായിട്ട് ലെൻസ് കാർട്ടിൻ്റെ ഒരു കളർ കണ്ണടകളുണ്ട്, അതിട്ട് വരും. അപ്പോൾ ലെൻസ് കാർട്ട് ഇത്രയും വലുതാണ്. ബാക്ക് ഓഫ് ദ മൈൻഡിൽ ഇതിങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ റോട്ടുമ്മൽ നോക്കുമ്പോൾ ഇവിടെ ലെൻസ് കാർട്ട്, അവിടെ ലെൻസ് കാർട്ട്, പല സ്ഥലത്തും ലെൻസ് കാർട്ടിൻ്റെ ഷോറൂം. അപ്പോൾ നേരത്തെ ഉണ്ടായ ട്രസ്റ്റൊന്നും ട്രെൻഡ് കണ്ടിട്ട് പോവുകയാണെങ്കിൽ ട്രെൻഡ് കണ്ടിട്ടാണ്. ട്രസ്റ്റ് മാത്രമല്ല, എനിക്ക് കംഫർട്ടബിൾ ആണ്. പിന്നെ എൻ്റെ ഫാദർ പഠിപ്പിച്ചെന്ന ഒരു കാര്യം ഞാൻ അതേപോലെ ഫോളോ ചെയ്യുന്നു, കാരണം എനിക്കത് ഈസിയാണ്. പക്ഷെ ഇനി ഒരു കാലത്തും ആ ഒപ്റ്റിക്കൽ ഷോപ്പിൽ ഞാൻ തിരിച്ചു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതേപോലത്തെ എക്സ്പീരിയൻസ് ആണ് എനിക്ക് ലെൻസ് കാർട്ടിന് കിട്ടിയത്. അത് പ്രധാനമാണ്. നമ്മളൊരു ബിസിനസ്സിൽ കസ്റ്റമർ അക്വിസിഷൻ, പുതിയ കസ്റ്റമറെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നമ്മൾ കാര്യങ്ങൾ ഒരുപാട് ചെയ്യുമ്പോഴും നിലവിലുള്ളതിനെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഇവരൊക്കെ അബ്സലീറ്റ് ആവും അറ്റ് സം പോയിന്റ് ഓഫ് ടൈം. പഴയ ഒപ്റ്റിക്കൽ ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്കൊക്കെ ഒരു പ്രോബ്ലം വരും. അവർ ഓക്കെ ആയിരിക്കും, അവരുടെ ജനറേഷൻ അവർ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ അവരുടെ മക്കളെ ജനറേഷൻ ഓക്കെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനെ കാണാൻ കിട്ടില്ല. കാരണം അവിടെ ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ റെഗുലറായിട്ട്, ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും 24 hours ഫോണിലാണ് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മളില്ലേ, വി ആർ ലൂസിങ് ഔട്ട് എ ബിഗ് സ്പേസ്.